വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ കോർപ്പറേഷന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നത്. ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ കോർപ്പറേഷന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ അധികം വൈകാതെ ഈ കോർപ്പറേഷന്റെ കൗൺസിൽ ഹാളിൽ UDFന്റെ പ്രതിനിധികളായി ഉണ്ടാകും. അവിടെ മേയറായി ശ്രീ ശബരിനാഥും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ഒരു മാറ്റം ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കേരളത്തിലെമ്പാടും ഐക്യജനാധിപത്യ മുന്നണിക്ക് നൽകിയിരിക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. പ്രാദേശിക വിഷയങ്ങൾ മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസമാണ് ഞാനും രമേശ് ജിയുടെ കൂടെ ആ വേണുവിന്റെ വീട്ടിൽ പോയിരുന്നു. ഷിബു ബേബി ജോണും ഉണ്ടായിരുന്നു. വേണുവിന്റെ ഭാര്യ സിന്ധു ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് പോലും കേട്ടു നിൽക്കാൻ പോലും കഴിയാത്ത ക്രൂരതയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, ഒരു നായയ്ക്ക് ലഭിച്ച പരിഗണന പോലും എനിക്ക് ആ മെഡിക്കൽ കോളേജിൽ നിന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ വേണുവിന്റെ രോദനം പോലും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എല്ലാ നേതാക്കന്മാരും പറഞ്ഞു. 2019 ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പ്രവർത്തനങ്ങൾ അവരാരംഭിച്ചത്. അതേ സമയം തന്നെയാണ് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനുള്ള ഗൂഢാലോചനയും നടന്നത്. രണ്ടും ഒരേ സമയത്താണ്. കൃത്രിമ സംഘർഷം ഉണ്ടാക്കി സ്ത്രീകളെ കയറ്റാനുള്ള ശ്രമം നടത്തുമ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ പ്രവർത്തനം നടത്തി. അന്ന് പിണറായി വിജയന് വേണ്ടി ബിന്ദുവിനെയും കനകദുർഗയെയും ശബരിമലയിലെ ശ്രീകോവിലിനടുത്തേക്ക് പ്രവേശിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് അന്നത്തെ തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്ന ശ്രീ വാസുവാണ്. ഒരു ആംബുലൻസിനകത്ത് ഈ രണ്ട് സ്ത്രീകളെ ശബരിമലയിൽ സന്നിധാനത്ത് എത്തിച്ചത് മുരാരി ബാബുവിന്റെ ഓഫീസിന്റെ തൊട്ടപ്പുറത്താണ്, പിറകിൽ. അവിടെ നിന്നും ആ രണ്ട് സ്ത്രീകളെ ശ്രീകോവിലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ദേവസ്വം ഗാർഡുമാരെ മാറ്റി രണ്ട് മാർക്സിസ്റ്റുകാരായ ഗാർഡുമാരെ അവിടെ ഇട്ടത് സുധീഷ് കുമാറാണ്. രണ്ടുപേരെ ഫോൺ കൊടുത്ത് ഇത് മൊബൈലിൽ റെക്കോർഡ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയത് മുരാരി ബാബുവാണ്. പിണറായി വിജയന് വേണ്ടി ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളെ തകർത്തുകൊണ്ട് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത മൂന്നാളുകളാണ്. ഒന്ന് വാസുവാണ്, രണ്ട് മുരാരി ബാബുവാണ്, മൂന്ന് സുധീഷ് കുമാറാണ്. മൂന്ന് പേരും ഇപ്പോ ഒരു സ്ഥലത്താണ്. എവിടെയാണ്? ജയിലിലാണ്. ശബരിമല അയ്യപ്പന്റെ ധർമ്മശാസ്താവിന്റെ ശക്തി ആർക്കും ഇപ്പോ ഒരു സംശയവുമില്ല. അതുകൊണ്ട് വിശ്വാസികളുടെ കണ്ണുനീർ കൂടി ഈ CPMന്റെ LDFന്റെ പതനത്തിന് ആക്കം കൂട്ടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 101 ദിവസം ചരിത്രത്തിൽ ഇടം പിടിച്ച മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ കെ മുരളീധരനെയും ശബരിനാഥിനെയും എൻ ശക്തൻ അടക്കമുള്ള ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.